നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കുറഞ്ഞ കാലയളവിൽ നമ്മളെ കൂടെയുള്ള ആളുകൾക്ക്, അതായത് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഒരു സഹായം നമ്മളാൽ കഴിയുന്നത്, നമ്മുടെ ശരീരം കൊണ്ടാണെങ്കിലും പൈസ കൊണ്ടാണെങ്കിലും അതൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും അവരുടെ കൂടെ നിൽക്കുക എന്നാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു 7 മണി സമയമാണ്. അപ്പോൾ ഉച്ച ആയപ്പോൾ തന്നെ ചോറിൻ്റെ പണിയൊക്കെ കഴിയുമ്പോൾ പാത്രം കഴുകുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി അപ്പോൾ നേരത്തെ തന്നെ വെള്ളത്തിലിടുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെയൊക്കെ എന്തെങ്കിലും അരച്ച് വെക്കാനുണ്ടെങ്കിൽ ഒരു വൈകുന്നേരത്തെ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിതാ ആ പച്ചരിയിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ചെറിയ ജീരകവും ഒരു 1/2 ടീസ്പൂൺ അളവ് ചെറിയ ജീരകവും പിന്നെ അതേപോലെ ഒരു 3-4 ചുവന്നുള്ളി തൊലി കളഞ്ഞതും പിന്നെ ഇതാ കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈസ്റ്റ് പഴയതായാൽ പൊങ്ങി വരാൻ താമസിക്കും. പിന്നെ അതുമല്ല നമ്മൾ നേരത്തെ തന്നെ ചെയ്യാൻ വേണം. പിന്നെ അത് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. മിക്സി ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് ദിവസം പണിമുടക്കിലാണെന്ന്. അപ്പോൾ അത് നന്നാക്കാൻ കൊടുത്ത് തിരിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ നോബൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഞാൻ ഏതായാലും ഈ മിക്സി ഒഴിവാക്കാൻ വെച്ചതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വലിയ ഇതിലൊന്നും നിൽക്കില്ല. അപ്പോൾ തൽക്കാലം ഇപ്പോൾ മിക്സി വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനോണ്ട് അത് തന്നെ ഒന്നുകൂടി നന്നാക്കി എടുത്തിട്ടോ. പിന്നെ അതാ കഴിഞ്ഞ ദിവസം അന്ന് ലുലുവിൽ പോയിട്ടുണ്ടായില്ല. അപ്പോൾ അന്ന് ആങ്ങളെ വാങ്ങി തന്ന കേട്ടോ പപ്പായൊക്കെ. പിന്നെ അതാ ഞാൻ വാങ്ങി. അന്ന് ഞാൻ കുറേ സാധനം റീലിട്ടിട്ടില്ലേ സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചിട്ടില്ലേനല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ലിക്വിഡ്. ഞാൻ കുറേ മുമ്പേ ഒരു 5-6 മാസം മുമ്പൊക്കെ ഞാനിത് മാവേലിയിൽ നിന്ന് വാങ്ങിയപ്പം തീരെ പതമില്ലാത്തതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യില്ല കേട്ടോ. എത്ര റേറ്റ് കുറഞ്ഞാലും റേറ്റ് കൂടിയാലും ഞാൻ വാങ്ങലില്ല. പക്ഷേ അപ്പം മോളും നാത്തൂനും ഒക്കെ പറഞ്ഞ് നല്ലതാണെന്ന്. അങ്ങനെ ഞാൻ മനസ്സോടാണെങ്കിലും വാങ്ങി. 2 എണ്ണം കിട്ടും. 99 രൂപയേ ഉള്ളൂ. ലിക്വിഡ് നമുക്ക് എപ്പോഴും എന്തായാലും ആവശ്യമാണല്ലോ. പിന്നെ അതാ സോപ്പ്, അതാണ് കേട്ടോ പിയേഴ്സാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ബൂസ്റ്റ് ഞാൻ ആ റീലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല ഓഫറുണ്ട് 275 അങ്ങനെ എന്തോ ഒന്നാണ്. അപ്പോൾ അങ്ങനെ അതും ഞാൻ വാങ്ങിയിട്ട് ഒരു പാക്കറ്റ്. ഏതായാലും ഞാൻ പറഞ്ഞില്ല അന്ന് ഹോർലിക്സാണ് ഞങ്ങളിവിടെ എടുക്കൽ. എനിക്കിഷ്ടം അതാണ്. അപ്പോൾ ബൂസ്റ്റ് ഇങ്ങനെ ഓഫറിൽ കണ്ടപ്പോൾ ഞാൻ മെയിനായിട്ട് വാങ്ങിയത് കുട്ടികളെന്തായാലും നിൽക്കാൻ വരും, മോളും കുട്ടികളൊക്കെ. അപ്പോൾ അവർക്ക് കലക്കി കൊടുക്കുക. പിന്നെ ആരെങ്കിലും മെയിനായിട്ട് ഗസ്റ്റാണ് കേട്ടോ. ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതാ ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ മാൽക്കിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല, ചെറിയ രീതിയിലൊക്കെ ഷുഗറൊക്കെ ഉള്ളതിനെ കൊണ്ട്. അപ്പോൾ എന്നാലും ഞാനത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പിന്നെ കുറേശ്ശൊക്കെ ഒന്ന് കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. അതെനിക്കിഷ്ടം വരുമ്പോൾ ഒക്കെ ഞാൻ അങ്ങനെ ചിന്തിക്കും കേട്ടോ. ഇപ്പം എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ. അപ്പോൾ കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഗുളിക ഓൾറെഡി ഞാൻ കഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഫുഡ് കൺട്രോളിങ്ങിൽ തന്നെയാണ്. പിന്നെ ആ മാൽക്കിസ്റ്റ് എന്തായാലും ഒന്ന് വാങ്ങി കൊടുത്തു നോക്കണ്ടിട്ട്. ഇതുവരെ വാങ്ങിയിട്ടില്ലെങ്കിൽ കുട്ടിയേക്കായാലും നമുക്കായാലൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ പിന്നെ അന്ന് പോയ സമയത്ത് കാക്ക് നല്ല പനിയല്ല, വൈറൽ പനിയേനി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് ഇത് വാങ്ങിയിട്ടുണ്ടേനി, എന്ത് ഫാഷൻ ഫ്രൂട്ട്. അത് കഴിയാനായിട്ടോ 1 കിലോനെ വാങ്ങിയിട്ടുള്ളൂ. ഇക്കാക്ക് അത് കൊടുത്ത് എന്തായാലും ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ആഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ്, ഇപ്പോഴാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര മടിയേനിന്ന്. എന്നാലും ഇൻഷാ അല്ലാഹ് കുറേ വീഡിയോ ഒക്കെ ആളുകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പൊറുതികേടാണ്. കാരണം എന്താണ് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നിങ്ങൾ വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ പറയല്ലേ. നിങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ എനിക്കൊരു വീണ്ടും ഒരു ഇൻട്രസ്റ്റ് വരും. എന്താ അറിയില്ല, വല്ലാത്തൊരു മടി ബാധിച്ചു പോയി എന്നെ ഈ വീഡിയോ എടുക്കുന്നതിൽ. ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് തൊട്ടടുത്ത് നിൽക്കാക ഫ്രൂട്ട്സ് ചെത്തുകയും പിന്നെ ആ പാഷൻ ഫ്രൂട്ട് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് കഴിച്ചോ എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും കുറച്ചാണ് വാങ്ങിയത്. അപ്പോൾ ഞാനും കൂടി കഴിച്ചാൽ പിന്നെ അത് ഉണ്ടാവില്ലല്ലോ. പിന്നെ രാവിലെ ആ ഒരു അപ്പം ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഈ പാലപ്പം പോലത്തെ ഒരു അപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊരു മുന്നേ ഒരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വെള്ളക്കടല എനിക്കിഷ്ടമാണ് കേട്ടോ. വെള്ളക്കടല നമ്മൾ 3 ടൈപ്പ് കറിയാണ് കേട്ടോ കടല വെച്ച് ചെയ്യൽ. ഇതേപോലെ ഒരു സിമ്പിളായിട്ട് ചെയ്യും ഈ വെള്ളക്കടല വെച്ചിട്ട്. പിന്നെ നമ്മളെ കസൂരി മേത്തിയൊക്കെ ഇട്ടിട്ട് കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു കടല ഉണ്ട്, വെള്ളക്കടല കൊണ്ട്. പിന്നെ നമ്മളെ കറുത്ത കടലയും. അങ്ങനെ ആ 3 കറികളാണ് ഞാൻ സാധാരണ ഉണ്ടാക്കൽ. കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ. വെള്ളക്കടല ഇവിടെ വാങ്ങിയാൽ അങ്ങനെ പിന്നെ വേസ്റ്റായി പോകില്ല കേട്ടോ. പിന്നെ കറുത്ത കടലക്കാണ് വലിയൊരു ആളില്ലാത്തത്. അത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ ഇതാക്കുന്നത്. പച്ചക്കറിയൊക്കെ ഉണ്ട്, ഉപ്പേരി വെക്കാനുണ്ട്. ആ ഒരു പടവലങ്ങ ഉണ്ടല്ലോ, അത് ഇവിടെ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്, തേങ്ങ ഒതുക്കിയിട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കറി ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് അതാണ് വെക്കുന്നത്. എനിക്ക് പുറത്തേക്ക് പോകാനുണ്ട്, ഹോസ്പിറ്റലിലൊക്കെ പോകാനുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ ചായൻ്റെ ആ ഒരു പരിപാടിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഞാനത് സെറ്റാക്കി വെക്കാം. ഇക്കാക്കും എനിക്കൊക്കെ എന്തായാലും ചോറ് തരണം. അപ്പോൾ രാവിലെയാണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളത്. അപ്പോൾ ഞാൻ തലേന്ന് നേരെ വൈകിപ്പോയി അരിയൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ അതൊന്ന് പൊങ്ങി വരാൻ ഇത്തിരി സമയം കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിനൊക്കെ പൊങ്ങി വരുമല്ലോ എന്നുള്ളതിൽ അങ്ങനെ മാറ്റി വെച്ചതാണ്.
പിന്നെ അതാ അപ്പോഴേക്കും കടലക്കറി ഞാനൊന്ന് അടുപ്പത്തേക്ക് വെക്കുകയാണ്. പിന്നെ നമുക്ക് ഉപ്പേരിക്കുള്ളതും കറിക്കുള്ളതും തക്കാളി എല്ലാം ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കടലക്കറി വെച്ച ആ ഒരു കുക്കർ തന്നെയാണ് ഈ മറ്റേ കറി പച്ചക്കറി വെക്കാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് വേഗം അത് കറി ആദ്യം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കും കുറച്ചും കൂടി സമയം എടുക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ തന്നെ നമ്മളൊരു എനിക്ക് തോന്നുന്ന ഒരു 4-5 മണിക്കൊക്കെ 4-5 മണിക്കൊക്കെ നമ്മൾ അരി അരച്ച് വെക്കണം. അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പൊന്തി വരും. നേരെ വൈകി പോയാൽ കുടുങ്ങി തന്നെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു തണുപ്പ് തുടങ്ങിയ സീസണും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പൊങ്ങി വരാനൊക്കെ സമയമെടുക്കും. ആ കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസായിട്ട് വെക്കണ്ട, കുറച്ചൊരു തിക്കായിട്ട് വേണം, അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഞാനത് മൂടി തുറന്നിട്ട് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഒരു 2-3 വിസിലുകൊണ്ട് തന്നെ വെന്ത് വരും. വെള്ളക്കടലൊക്കെ അധികം വേവില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നേരത്തെ കുതിർത്ത് വെച്ചാൽ ഈ കറുത്ത കടലൊക്കെ നല്ല വേവാണല്ലോ. അപ്പോൾ അത് അങ്ങനെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. എത്ര ഹെൽത്തിന് നല്ലതാണെന്ന് പറഞ്ഞാലും പച്ചക്കറി വെച്ചാൽ കാക്കക്ക് എന്തെങ്കിലും ഒരു മീൻ കറി എന്തെങ്കിലും ഒന്ന് വേണം കേട്ടോ. മീനിൻ്റെ കറിയോ തലേന്നത്തെ കറി വറ്റിച്ചതായാലും മതി കേട്ടോ, മീൻ പൊരിച്ചത് ആയാലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഈ സമയമായപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോഴേക്കൊക്കെ റെഡി അയക്കണം കേട്ടോ. കാക്ക് സുക്കടൊക്കെ മാറി ഓക്കെ അയക്കണ്. അപ്പോൾ അതാ പിന്നെ ഞാൻ ആ ബൂസ്റ്റ് പൊടി ഒന്ന് ഉദ്ഘാടനം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാലില്ല, അപ്പോൾ പാൽപ്പൊടി ഉണ്ട്. ഞാൻ മുട്ട സുർക്ക ഉണ്ടാക്കുന്ന ആ സമയത്ത് വാങ്ങി വെക്കുന്നതാണ്. പാലിലാണ് അധികം അത് ബൂസ്റ്റോ ഹോർലിക്സ് ഒക്കെ ഉണ്ടാക്കല്. അപ്പോൾ ഇക്കാക്ക എന്തായാലും ഈ ചായ കുടിക്കുന്ന സമയമായപ്പോൾ ഇല്ല കേട്ടോ. എനിക്കാണെങ്കിൽ ചായൻ്റെ തീരെ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു ഞാൻ. ഇപ്പം എനിക്ക് എന്തായാലും രാവിലെ ആകുമ്പോൾ അടുക്കളയിലേക്ക് വന്നാൽ ഫസ്റ്റ് ഞാൻ കാലി ചായക്കാണ് വെള്ളം വെക്കുക. ചായ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കലക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതാ വേഗം പഞ്ചസാര ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ബൂസ്റ്റ് ഹോർലിക്സ് ആകുമ്പോൾ നമുക്ക് കുടിക്കാനൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല രാവിലെ, അങ്ങനെ നിർബന്ധമുള്ളവർക്കെ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പെട്ടെന്ന് നമുക്കൊരു വിരുന്നാർ വരുമ്പോൾ പാലെന്തായാലും ഇവിടെ വീട്ടിലെന്തായാലും ഉണ്ടാവും. പക്ഷേ വേറെ കടി അങ്ങനത്തെ പലഹാരങ്ങളൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ആരെയും വന്നാൽ അധികം കാക്കൻ്റെ ആൾക്കാരായിക്കോട്ടെ വരിക, കാക്കൻ്റെ സ്നേഹിതന്മാരോ കൂടെ വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ആളുകളൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അവർക്ക് കൊടുക്കണമെങ്കിൽ എപ്പോഴും വേഗം നിശ്ചയ ചായ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വരിക. പക്ഷെ ഇവിടെ കടി ഉണ്ടാവില്ല എന്നുള്ളത് കാക്കക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്താക്കി ഇങ്ങനെ ആകുമ്പോൾ ഇതും കാരക്ക ഉണ്ടാകുമ്പോൾ സുഖമാണ് എനിക്കിത് വെക്കാൻ. കട്ടൻ ചായ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇന്നേ വേണം. എന്നാലും കാക്കൻ്റെ കൂടെ നടക്കുന്ന ആളുകളൊക്കെ വരുമ്പോൾ നമ്മൾ കട്ടൻ ചായ കൊടുക്കുമ്പോൾ എന്തോ പോലെയല്ല. അപ്പോൾ ഞാൻ വേഗം ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ ആകുമ്പോൾ കുറച്ച് കാരൊക്കെയാണ് പ്ലേറ്റിൽ വെച്ച് കൊടുത്താൽ ഉഷാറായി. പിന്നെ അതാ അതിരാവിലെ ഇന്നിപ്പോൾ ഇലക്ഷൻ്റെ ഒരു ഡ്യൂട്ടിയാണ് കേട്ടോ. ഇപ്പോൾ കാക്ക് നല്ല തിരക്കാണിപ്പോൾ. പിന്നെ അതാ ഡ്യൂട്ടി വെച്ചാൽ ഈ പാർട്ടി പ്രവർത്തനമാണ് കേട്ടോ, വേറെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട. ഇലക്ഷൻ്റെ വേറെ ഗവൺമെൻറ് ഡ്യൂട്ടി ഒന്നുമല്ല. പിന്നെ അതാ ഉഴുന്നുവടയും പൊരിച്ചത്തിരിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വരുമ്പോൾ അത് തന്ന് വീണ്ടും പോയിട്ട് ആൾ. അപ്പോൾ ഞാൻ വേഗം കാത്തിക്കാൻ സമയമില്ല, എനിക്ക് വേഗം പോകുവാണല്ലോ. അപ്പോൾ അതാ ഞാൻ കറി എപ്പോഴേക്കും അയക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം അത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി വറവിട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ച് ഉണ്ട് തോന്നുന്നുണ്ട്, പക്ഷെ തീരെ വെള്ളം ഇല്ലാഞ്ഞാലും ഒരു കുഴപ്പമാണ്. കുറച്ചൊരു നേർമ പോലെ ആയിട്ടുണ്ട്. പിന്നെ അത് ആ കുക്കറിലേക്ക് തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പും പടവലങ്ങയും തക്കാളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. പരിപ്പ് നേരത്തെ കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് വെന്ത് വരും. പടവലങ്ങൾക്കും ഒരുപാട് വേവൊന്നുമില്ലല്ലോ, പരിപ്പിൻ്റെ അത്രയില്ല. അപ്പോൾ ആ പരിപ്പുള്ള പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ ആ പാത്രം അപ്പം തന്നെയാണ് കഴുകി കഴിയുമല്ലോ. ഞാൻ അങ്ങനെ കേട്ടോ, ഒഴിഞ്ഞ പാത്രങ്ങൾ അപ്പം കുറേ ആവാൻ കാത്തിക്കില്ല. അപ്പോൾ അല്ലെങ്കിൽ 2-3 പാത്രമൊക്കെ നമുക്ക് കഴുകാൻ ഒരുമിച്ച് വരുന്ന സമയത്ത് ഞാൻ എന്താക്കും, അത്യാവശ്യം അവിടെ കേട് വന്ന് നമുക്കൊരു വൃത്തികേടായും തോന്നുന്ന പാത്രങ്ങളൊക്കെ ഒഴിച്ചിട്ട് കഴുകിയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഓരോന്ന് ഒഴിനനുസരിച്ച് ഇനി പഞ്ചസാര ആയാലും ചായപ്പൊടി ആയാലും അടുത്ത ട്രിപ്പ് ഇടുന്നതിന് മുന്നേ മസ്റ്റായിട്ട് അത് കഴുകും. എന്താ വെച്ചാൽ ഓരോന്ന് കഴുകിയില്ലെങ്കിൽ പിന്നെ ഒരുമിച്ച് കഴുകാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും നമുക്ക്. മാത്രമല്ല നമ്മൾ ആ പാത്രങ്ങളും സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു ക്ലീൻ ആയിരിക്കുമല്ലേ. പിന്നെ അതാ കഴിഞ്ഞ ദിവസം നല്ലൊരു പണി കിട്ടിയിട്ടോ. ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്നൊരു സംഭവം, അത് മറതിയാണ്. അടുപ്പത്ത് എന്തെങ്കിലും വെച്ച് ഞാൻ അകത്തേക്ക് പോകും, പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. സ്മെല്ല് വന്നാലും ഞാൻ വിചാരിക്കും ഇവിടുന്നല്ല വേറെ ഇവിടുന്നോ ആണെന്ന്. അപ്പോൾ അങ്ങനെ തന്നെ നല്ലൊരു കുക്കറ് ഇതിൻ്റെ അതാണ്ടോ നല്ല രീതിയിൽ കത്തിപ്പോയിക്കുന്നു. ചെറിയ രീതിക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ ഞാനിതായാൽ അപ്പക്കാരും സുർക്കയും കുറച്ച് ലിക്വിഡും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മുമ്പൊക്കെ ഓരോ വീഡിയോയിൽ കാണാൻ കേട്ടോ കരി പിടിച്ച് പോകുന്നു, പക്ഷെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ പോകണില്ല കേട്ടോ. എന്നാലും ചെറിയൊരു കറൊക്കെ പെട്ടെന്ന് പോകട്ടെ ഇത്. പക്ഷെ അത് ഒരുപാടായിപ്പോയി, കുറേ സമയം അത് അവിടെ ഇരുന്നു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ആ ഒരു അപ്പം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ അരച്ചിട്ടുള്ള അത് ഒരുപാട് പൊങ്ങി വന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഈ നെയ്യ് ഇവിടെ ഇല്ല, തീർന്നിക്കണം. അപ്പോൾ ബട്ടർ ഭയങ്കര ഇഷ്ടമാണ് ഏതിലേക്ക് കൂട്ടാനായാലും. അത് ഇതാ ചെറിയ രീതിയിലാണ് കേട്ടോ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒന്നുകൂടി പൊങ്ങി വരാനുണ്ടായി കേട്ടോ. ഇത് കുഴപ്പമൊന്നുമില്ല, കഴിക്കാനൊക്കെ പറ്റും. പക്ഷേ നല്ല രീതിയിൽ പൊങ്ങി വരുമ്പോൾ ചുടുമ്പോൾ ഒരു ഇതാണല്ലോ.
പക്ഷെ അത്ര ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. കാക്ക പറഞ്ഞു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയില്ല ഇവിടുത്തെ ടേസ്റ്റ് മേക്കർ കാക്കക്കാണെന്ന്. അപ്പോൾ കാക്ക ഓക്കെ പറഞ്ഞാൽ എനിക്ക് ഓക്കെ ആണ്. ഇതായത് ചുട്ടെടുത്തപ്പോൾ ആ കുത്തുണ്ടല്ലോ അതൊക്കെ വന്നിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കും എന്തായാലും നേരത്തെ മാവ് അരച്ച് വെക്കണം എന്ന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളോട്. ഇഡ്ഡലിക്കായാലും ദോശക്കായാലും ഒക്കെ നേരത്തെ അരച്ച് വെക്കുകയാണെങ്കിൽ ഇതാണ് സുഖമാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. ഇത് കുറച്ചും കൂടി ഒരു പെർഫെക്റ്റിന് കുറവുണ്ട്, കുറച്ച് ലൂസായി പോവുകയും ചെയ്ത്. കാരണം അതാണ് ആ ഒരു ഇത്തിരി ഒരു നല്ല റൗണ്ടിൽ വരാഞ്ഞ്. അത് നമ്മൾ പിന്നെ മാവ് പൊന്തി വരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി പിന്നെ അത് നല്ലോണം ഒന്ന് എന്താ പറയുക തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അത്. പിന്നെ കഴിഞ്ഞ ദിവസം ഇതിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ചുരിദാർ. അപ്പോൾ അത് ഞാൻ എൻ്റെ ആങ്ങളെ തന്ന ചുരിദാറാണ് കേട്ടോ അത്. ആങ്ങളല്ല, നാത്തൂനും ആങ്ങളെയും കൂടി ഓക്ക് 2 ചുരിദാർ വാങ്ങിനി. അപ്പോൾ അത് ഓക്ക് ഇത് ഇത്തിരി വലിപ്പമായതുകൊണ്ട് മാറ്റിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിനി. അപ്പോഴാണ് ഞാൻ വീട്ടിൽ കൂടലിന് പോകുമ്പോൾ അത് എന്നെക്കൊണ്ട് ഓല ഇടിപ്പിച്ച്, ഞാൻ കൊണ്ടുപോയ ഡ്രസ്സ് അയച്ചു വെച്ചിട്ട് അതെന്നെ ഇടിപ്പിച്ചിട്ടോ. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ അതാണ് ഇട്ടിന്. തലേന്ന് കല്യാണത്തിന് പോയി വന്നതാണ്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ കൂടെ പോയി എന്നാൽ കഴുകി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഇതെന്താ വെച്ചാൽ ബ്ലഡ് കൊടുക്കുകയാണ് കേട്ടോ. ഞാനതാണ് ഫസ്റ്റ് പറഞ്ഞത്, നമ്മളെക്കൊണ്ട് കഴിയുന്ന സാമ്പത്തികമായിട്ട് നമുക്ക് സഹായം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ ശരീരം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ മനസ്സുണ്ടെങ്കിലും ഒന്ന് അവർക്ക് സഹായം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് ഇതുകൊണ്ടാണ്. അപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെത് പോസിറ്റീവാണ്. ഇക്കാകൻ്റെ ചെറിയ പെങ്ങളെ അമ്മായിയമ്മക്ക് പ്രഷർ കൂടിയിട്ട് ഞരമ്പ് പൊട്ടി അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഓപ്പറേഷനാണ്, ഓപ്പൺ സർജറിയാണ് കേട്ടോ തല. അപ്പോൾ അതിനേക്ക് ബ്ലഡ് വേണം. അവരുടെ ശരീരത്തിലും ബ്ലഡ് ഇല്ല. അപ്പോൾ കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 ആൾ, ഇളയച്ചും പിന്നെ നാത്തൂൻ്റെ മരുവളും, ഞങ്ങൾ 3 ആളും കൂടി കഴിഞ്ഞിട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആണുങ്ങൾക്കൊക്കെ ബി പോസിറ്റീവ് ബി നെഗറ്റീവ് അങ്ങനത്തെ ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് രണ്ടാം പ്രാവശ്യമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ബ്ലഡൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്, ആ കവർ നിറയെ നമ്മളെ ബ്ലഡ് കാണുമ്പോൾ. അപ്പോൾ പിന്നെ അതാ ഫ്രൂട്ടി തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുടിച്ചില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവർക്ക് ഒരു 4-5 ആണുങ്ങളെ ഇടയിൽ ഞാനൊരു പെണ്ണ് മാത്രമേ ഉള്ളൂ ഇനി ബ്ലഡ് കൊടുക്കാനായിട്ട്. അവിടെ മൊത്തത്തിൽ വന്ന ആണുങ്ങളിൽ ഞാനും വേറൊരു പെണ്ണും ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഞങ്ങൾ പെണ്ണുങ്ങൾ ബ്ലഡ് കൊടുക്കുന്നതിനെ കൊണ്ടായിരിക്കും എന്താ എനിക്കറിയില്ല, ഭയങ്കര ഒരു ഇതുപോലെ ഭയങ്കര ഒരു കെയറിങ് ഒക്കെ അവർക്ക്. അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, തല കറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ പുറത്തേക്ക് വന്നതിന് ശേഷം ഇക്കാക്ക ചായയൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിനി. പിന്നെ ഓർക്ക് 2 ആളതും പിന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവായതുകൊണ്ട് ഓൾത് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളേ. താങ്ക്സ് ഫോർ വാച്ചിങ്.